വന്ദനെ, ദിയമോളെ, വന്ദനെ. അച്ഛാ, സുഖമാണോ മോളെ? സുഖ അച്ഛാ. നീ ആകെ ക്ഷീണിച്ചു പോയനോ മോളെ? അതച്ഛന് തോന്നുന്നതാ. അച്ഛാ, അകത്തേക്ക് വേണ്ട മോനെ, അതൊക്കെ പിന്നീടാവാലോ. ഞാൻ ദിയമോളെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത്. ഏതായാലും മോള് വിളിച്ചു പറഞ്ഞത് കാര്യമായി മോളെ. അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയം കഴിഞ്ഞിട്ടും ദിയമോള് വരാതാകുമ്പോൾ ഞങ്ങളാകെ പേടിച്ചു പോയേനെ. ഞാൻ ദിയമോളെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇറങ്ങായിരുന്നു. അത് സാരമില്ല, വിളിച്ചു പറഞ്ഞപ്പോൾ സമാധാനമായി. അങ്ങനെ മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് ഇവിടെ ഒരുത്തിനും അങ്ങനെ സമാധാനിക്കണ്ട. മുഖത്തൊരു വാട്ടമുണ്ടല്ലോ. ഈ 3 ഏക്കർ ഓടിച്ചു വന്ന എന്റെ വാട്ടായിരിക്കും അല്ലേ? കഷ്ടം. മക്കളെ ഈ രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ ഈ ഓട്ടോയുടെ സ്ഥാനത്ത് വർക്ക്ഷോപ്പുകാരൻ മാധവന് വലിയ വലിയ ലക്ഷറി കാറുകളുമായിട്ട് നടക്കാം. കേട്ടോ? അച്ഛാ, എന്താടാ ഇത് വന്ദനയുടെ അച്ഛനാണെന്നുള്ളൊരു മാന്യത കൊടുക്കണം. ഹായ്, എന്നാ നിന്റെ അമ്മയച്ഛനെ ഞാൻ പൊന്നാട അണിച്ച് ആദരിച്ച് അകത്തോട്ട് കയറ്റിയിരുത്തണോ? ആരും ആരെയും പൊന്നാട അണിയിക്കണമെന്നോ ആദരിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അപമാനിക്കരുത്. ജഗ, വേണ്ട, ഞാൻ ഇറങ്ങാം. വന്ദനെ, അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തോ? ഓ, സംബന്ധക്കാരനല്ലേ, അകത്തിരുത്തി അമൃതത്വം കൊടുത്ത് പള്ളി ഉറക്കവും കഴിച്ചു വിടാം. അതാ നല്ലത്. ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ നോക്കിയിരിക്കാതെ ഈ നാശത്തിനെ വിളിച്ചോണ്ട് പോണോ? ജഗ, ഞാൻ ഇറങ്ങാം. എന്തോ നോക്കിക്ക, അയാൾ പൊക്കോളും. പോകത്ത്. മോനെ, കുറിപ്പ് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. അയാളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അതിനെ മോൻ ആ അർത്ഥത്തിലെടുത്താൽ മതി. രണ്ടാളും കൂടി വീട്ടിലേക്ക് വരണം. അതിന് ക്ഷണിക്കാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. വരാച്ച. മോളെ, എന്നാ അച്ഛൻ ഇറങ്ങിക്കോട്ടെ. മോളെ. ടാറ്റാ. കേൾക്കാം.
ടെൻഷൻ അടിക്കാതെ. ഏതായാലും ദിയമോള് വന്ദനയുടെ അടുത്തെത്തിയെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞല്ലോ. നീ ഒന്നുകൂടെ മാധവേട്ടനൊന്ന് വിളിക്കേ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇനി ദിയമോള് വന്ദനെ വിട്ട് വരില്ലെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിലോ? അച്ഛൻ ഫോൺ കട്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഉറപ്പാ. ഈശ്വര, എന്തു പരീക്ഷണോ ഇത്! ഇതിനൊക്കെ വേണ്ടി മോളെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അമ്മേ, ദേ അച്ഛനെത്തി. മാധവേട്ടൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ആ, നിങ്ങൾ വിളിച്ചപ്പോൾ ഞാനിങ് എത്താറായി, അതാ കട്ട് ചെയ്തത്. മാത്രമല്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നത് ശരിയല്ലല്ലോ. മാധവേട്ട, വന്ദനയ്ക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ, എന്ത് കുഴപ്പം? വന്ദന ആ വീട്ടിൽ നല്ലൊരു മരുമകളായി കഴിയാ. കുറുപ്പ് നല്ല മാന്യമായ പെരുമാറ്റമായിരുന്നു. ആണോ? അച്ഛൻ കള്ളം പറയാ അച്ഛമ്മേ. അച്ഛനെയും വന്ദനമ്മേനെയും ഒരുപാട് വഴക്ക് പറഞ്ഞു. ദിയമോൾക്ക് സങ്കടം വന്നു. മാധവേട്ട, താൻ അതൊന്നും കാര്യമാക്കേണ്ടതായി. കുറുപ്പിന്റെ മനസ്സിൽ സങ്കടമുണ്ട്, അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതിനെ അങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ കണ്ടാ ഞാൻ പറഞ്ഞത് ഈ ബന്ധം ഒരിക്കലും ചേരില്ല. അപ്പൊ ഓരോരുത്തര് ജഗനെ മരുമകനായിട്ട് അംഗീകരിച്ചു എന്നങ്ങോട്ട് പ്രഖ്യാപിക്കല്ലായിരുന്നോ? അനുഭവിച്ചോ? ജഗനെ രാഷ്ട്രീയക്കാരന് അവൻ നാളെ കാലും മാറില്ലെന്ന് ആരാ കണ്ടത്? ദേ, ഇവനെ കളഞ്ഞിട്ടേ കുറുപ്പിന്റെ മോള് പോയതുപോലെ ജഗനും ഒരു ദിവസം വന്ദനെ കളയും. കുറുപ്പിന്റെ രക്തമാണവൻ. അന്നും കരഞ്ഞും വിളിച്ച് നടന്നിട്ടേ ഒരു കാര്യം ഉണ്ടാവില്ല. അവൻ അവളെ കല്യാണം കഴിച്ചേനെ നമ്മുടെ പക്കല് തെളിവില്ല എന്നുള്ളത് ഓർമ്മ വേണം. പ്രകാശ, എന്ത് പ്രകാശൻ? വേണമെങ്കിൽ പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. അല്ലെങ്കിൽ ഇതുപോലെ അച്ഛനില്ലാത്ത ഒന്നിനെ കൂടി ചുമക്കേണ്ടി വരും വയസ്സുകാലത്ത് നിങ്ങൾക്ക്. നിർത്തട. അടിച്ചു നിന്റെ കരണം പൊളിക്കാത്തതേ നീ കെട്ടി ഇവളെ ഓർത്തിട്ട. നീ ഇപ്പൊ ഞങ്ങൾക്ക് തരാത്ത കരുതലും സ്നേഹവും ഒക്കെ ഇവള് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എത്ര വൃത്തികെട്ടവരാണെങ്കിലും താലി കെട്ടി അവളുടെ ഭർത്താവിന് അടികൊള്ളുന്നതേ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കില്ല. ചന്ദ്രു, വേണ്ട. വാ മോളെ. അതെ, ഞാൻ പറയുന്നത് ആർക്കും ഇഷ്ടാവില്ല. എന്നാലേ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിക്കുമെന്ന് വിചാരിച്ചപ്പോ അത് കൂടുതൽ കൂടുതൽ വഷളാവുകയാണല്ലോ ദൈവമേ. എന്നാ നിന്റെ അമ്മയച്ഛനെ ഞാൻ പൊന്നാടെ അണിച്ച് ആദരിച്ചകത്തോട്ട് കയറ്റിയിരുത്തണോ?
ഓ സംബന്ധക്കാരനല്ലേ? അകത്തിരുത്തി അമൃതത്വം കൊടുത്ത് പള്ളിയുറക്കവും കഴിച്ചു വിടാം. അതാ നല്ലത്. വന്ദനയ്ക്ക് ഇവിടെ ഏൽക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളും അപമാനങ്ങളും ഒന്നും മനസ്സിലാഞ്ഞിട്ടല്ല. എനിക്കിപ്പോ വേണ്ട. ഇവിടെ അനുഭവിക്കുന്നതൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ശാപം കിട്ടിയ എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം. പക്ഷെ എന്റെ പാവ അച്ഛനും അമ്മയെ അപമാനിച്ച എനിക്ക് സഹിക്കില്ല. ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചയാളാ എന്റെ അച്ഛൻ. വന്ദനെ, ഇനി അത് ഉണ്ടാവില്ല. ഉണ്ടാവരുത്. ഉണ്ടായ എന്നെ നിയന്ത്രിച്ചു നിർത്താൻ എനിക്ക് തന്നെ കഴിഞ്ഞൊന്നും വരില്ല. വന്ദന, ഇവിടെ ഇരിക്കാതെ റൂമിലേക്ക് ചെല്ല്. വേണ്ട. ആ മുറിയിൽ ഇരിക്കുമ്പോ തന്നെ എനിക്ക് ശ്വാസം മുട്ടും. എന്നിലെ ജീവശ്വാസമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെ. നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയിരുന്നോ? എനിക്കിവിടെ അല്പനേരം തനിച്ചിരിക്കണം. ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനോടും ഒരാളും ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇത് പറഞ്ഞ് പലപ്പോഴും വന്ദനോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുള്ളതുമാണ്. ചെയ്തു പോയ തെറ്റ് മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ ചെയ്തു പോയതെല്ലാം വന്ദനയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് വിശ്വസിച്ച് സ്വയം സമാധാനിക്കുകയാണ് പതിവ്. ഞാൻ പറഞ്ഞില്ലേ, വന്ദന എന്ന് എന്നെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു, അന്ന് മാത്രമേ മുറിയിൽ ഞാൻ വന്ദനയ്ക്കൊപ്പം കഴിയൂ. ഇത് വിശ്വസിക്കുക. ദേവി, മഹാമായേ, എല്ലാം അറിയുന്നവളാണല്ലോ നീ. എന്റെ വന്ദനമോളുടെ ജീവിതം ഇനിയും പരീക്ഷിക്കല്ലേ. ആരെയും ഒന്ന് നുള്ളി നോവിക്ക പോലും ചെയ്യാത്തവളാ എന്റെ മോള്. അവൾക്ക് ഇന്ന് ഈ ഗതി വന്നിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചതിയിലൂടെ മറ്റൊരാളുടെ ഭാര്യയായവളാ വന്ദന. അവളെ നീ കാത്തോളേ അമ്മേ. വന്ദന ചതയ നക്ഷത്രം. ക്ഷേത്രത്തിന് പുറത്ത് ദിവ്യനായ ഒരു സ്വാമിജിയുണ്ട്. പോകുമ്പോ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോണം. ശരി ദേവേനി. സ്വാമിജി,
വന്ദനം ചന്ദ്രികേ. സ്വാമിജിക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടോ? നമുക്കാരെയും മറക്കാനാവില്ലല്ലോ. സുചിത്രയുടെ ഭർത്താവിന്റെ അമ്മ, തികഞ്ഞ ദേവീഭക്ത, ദൈവമേ, വലിയൊരു കുടുംബത്തു നിന്നും ഇഷ്ടപ്പെട്ട ആളോടൊപ്പം സർവ്വതും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചവൾ. പണത്തിനെ നിങ്ങൾക്ക് കുറവുള്ളൂ. സ്നേഹനിധിയായ ഭർത്താവിന് ഒരു മാറ്റവുമില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറ്റും ആ കരുണാനിധിയായ അമ്മ. ദേവി, മാറ്റാതിരിക്കാൻ കഴിയില്ലല്ലോ. മകളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെ കരം പിടിച്ചു അല്ലേ? സ്വാമി, ഭയപ്പെടേണ്ട. പാതിവൃത്യമുള്ള പത്നിയെ പാതിയാക്കുവാൻ പാരിലുദിച്ച പരമേശ്വരനാണവൻ. പരമയോഗ്യൻ. മകളുടെ മുകളിൽ പതിഞ്ഞ പാപങ്ങളുടെ നിഴലുകൾ അടർന്നു വീഴുന്നു. പൂർണ്ണമായും പാപമുക്തി നേടാൻ വിവാഹാനന്തര ചടങ്ങുകൾ മുറ തെറ്റാതെ നടത്തണം. ശരി സ്വാമിജി. അതേ ചന്ദ്രികേ, വിവാഹശേഷമുള്ള ആദ്യ വിരുന്നു സദ്യയിലും ശാസ്ത്രം ഉൾക്കൊള്ളുന്നതിനാൽ ആചാരപ്രകാരം ആദ്യം അത് നടത്തണം. സദ്യയുടെ 2 നാൾക്കകം വധൂവരന്മാർ പൊക്കിൾക്കൊടി ബന്ധത്തിൽ മുറിഞ്ഞുപോയ കുടുംബ പരദേവതകളെ മനസ്സൂന്നി കുമ്പിട്ടു വണങ്ങണം. ശരി സ്വാമിജി. അവിടെ മകളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കും. സ്വാമിജി, അവിടുന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യാം. ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളിലെ കാണാച്ചുഴി പോലെ ദുർനിമിത്തങ്ങൾ പതിയിരിക്കും. അഗ്നിയാകും കാരണക്കാരൻ. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പലതും കൂടിച്ചേരും. കാലം അവ കൂട്ടിയോജിപ്പിക്കും. ഉപാസന, മുറ തെറ്റാത്ത അനുഷ്ഠാനങ്ങൾ, കുടുംബദേവതാ പ്രീതി, സുമംഗളം. ദൈവമേ. ചന്ദ്രികയെ, ക്ഷേത്രത്തിനു പുറത്ത് അപകട സൂചന പതിയിരിപ്പുണ്ട്. നിന്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിക്കണം. വെറും പാവമായ നീ അറിയാതെ നിന്നിലെ അഗ്നി പുറത്തു വരും. അത് നിയന്ത്രിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല സ്വാമിജി. അതൊക്കെ വഴിയേ മനസ്സിലാവും. ദേവി നിന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മേ, അമ്മേ, ഞാൻ അമ്മയോട് കാണിച്ചത് വളരെ മോശമായി പോയെന്ന് എനിക്കറിയാം. അമ്മ എന്നോട് ക്ഷമിക്കണം. താലികെട്ട് മുടങ്ങിപ്പോയൊരു പെണ്ണിനെ സഹതാപം കൊണ്ട് താലി കെട്ടിയതല്ല ഞാൻ.
അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയ അവളെ ബോധം കെടുത്തി താലി കിട്ടുന്നതാണോ ശരി? നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ? പല പ്രാവശ്യം ആലോചിച്ചതമ്മേ. പക്ഷേ വന്ദനയുടെ മറുപടി നോ എന്നാണെങ്കിൽ എനിക്ക് വന്ദനെ മാത്രമല്ല നഷ്ടമാവില്ല, അമ്മയെ കൂടി നഷ്ടപ്പെടും. അത് താങ്ങാനാവാത്തതുകൊണ്ട് ഞാനത് മറച്ചു വെച്ചത്. ഒരു കൂടെപ്പിറപ്പിനെ പോലെ ഒപ്പം നടന്ന് നീ ഞങ്ങളെ സഹായിച്ചപ്പോൾ ഞാൻ കരുതി ഞങ്ങൾക്ക് തണലേകാൻ ദൈവം അയച്ച സ്വന്തം സഹോദരനാണെന്ന്. എന്റെ മകൾക്ക് തുണയായി സഹായിയായി നീ അവളെ ഒപ്പം നടന്ന് സഹായിച്ചപ്പോൾ ഞാൻ കരുതി അവളുടെ കൂടെ പറഞ്ഞ സഹോദരനാണെന്ന്. പക്ഷെ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ദൂഷിച്ച ചിന്ത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മേ, അത് വിളിക്കണ്ട, ചതിയനാ നീ.